ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 29-30 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC 10th ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് 10th ലെവൽ PQ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 30 ചോദ്യപേപ്പറുകളിലൂടെ 3000 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏതെന്നാണ്. ഏത് മെഡിക്കൽ കോളേജ് ആണ്? തൃശൂർ മെഡിക്കൽ കോളേജ് ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഹൃദയം തുറക്കാതെ തന്നെ, അതായത് ഹൃദയം ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യാതെ തന്നെ ഹൃദയത്തിന്റെ ഒരു വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടത്തിയത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏതാണ്? തൃശൂർ മെഡിക്കൽ കോളേജ് ആണ്. ഇനി ഈ ഒരു വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കത്തീറ്റർ ചികിത്സാ രീതിയിലൂടെയാണ്. എങ്ങനെയാണ്? കത്തീറ്റർ ചികിത്സാ രീതിയിലൂടെയാണ് ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ ഈ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏതാണ്? തൃശൂർ മെഡിക്കൽ കോളേജ് ആണ്. അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് DDAD. എന്താണ്? DDAD എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്കറിയാം. എന്താണ്? ഡിജിറ്റൽ ആസക്തിയും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനു കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് DDAD എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. എന്താണ്? ഡിജിറ്റൽ ആസക്തിയും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ പദ്ധതി പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഈ പദ്ധതി വഴി നിരവധി പേർക്ക് എന്താണ് ഈ ഒരു പ്രശ്നം, അതായത് അവരുടെ ഡിജിറ്റൽ ആസക്തിയും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ വഴി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നിരവധി കുട്ടികളാണ് ഇതിനകം തന്നെ ഈ ഒരു പദ്ധതി വഴി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക. DDAD എന്നുള്ള പദ്ധതിയാണ്. ഡിജിറ്റൽ ആസക്തിയും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് DDAD എന്നുള്ള പദ്ധതി. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം ഏതെന്നാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം ഏതെന്നാണ്. എന്താണ്? സ്റ്റേയ്ഡ് റെയിൽ പാലം ഏതാണ്? അഞ്ചിഘാത് പാലമാണ്. ഏതാണ്? അഞ്ചിഘാത്. ഓർത്തു വെക്കുക. അഞ്ചിഘാത് പാലമാണ്. ജമ്മു കാശ്മീരിലാണ് ഉള്ളത്. എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താണ് പ്രത്യേകത? ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലമാണ് അഞ്ചിഘാത് പാലം. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് എന്താണ് അഞ്ചിഘാത് പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാലത്തിലൂടെയുള്ള ഇലക്ട്രിക് എഞ്ചിന്റെ പരീക്ഷണ ഓട്ടം ഇന്ത്യൻ റെയിൽവേ പൂർത്തിയാക്കുകയുണ്ടായി. അപ്പോൾ ഓർത്തു വെക്കുക. എന്താണ് പോയിന്റ്? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം ഏതാണെന്ന് ഓർത്തു വെക്കുക. അഞ്ചിഘാത് പാലമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റിയാസി ജില്ലയിലാണ്. എന്താണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതെന്നാണ്. ഏതാണ്? നിഗംബോധ് ഘട്ടാണ്. ആരുടെയാണ്? നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ. അപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? നിഗംബോധ് ഘട്ടാണ്. അപ്പോൾ നിഗംബോധ് ഘട്ട് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. യമുന നദിക്കരയിലാണ്. ന്യൂഡൽഹിയിൽ യമുന നദിക്കരയിലാണ് നിഗംബോധ് ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താണ്? മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ പോയിന്റുകളോടൊപ്പം ഈ ഒരു പോയിന്റും കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്താണ്? മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? നിഗംബോധ് ഘട്ടാണ്. നിഗംബോധ് ഘട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ യമുന നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. വീണ്ടും ഒരു പാലവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു കണ്ണാടി പാലമാണ്. എന്താണ്? കണ്ണാടി പാലമാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അപ്പോൾ അടുത്തിടെ തമിഴ്നാട്ടിൽ കണ്ണാടി പാലം സ്ഥാപിതമായത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ്. കണ്ണാടി പാലം വന്നിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. അപ്പോൾ ഓർത്തു വെക്കുക. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും അതേപോലെ തന്നെ തിരുവള്ളുവരുടെ പ്രതിമ. അപ്പോൾ ഈ രണ്ട്
രണ്ടിനും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്താ സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എവിടെയാണ്? എവിടെയാണ്? കടലിന് മുകളിൽ കൂടിയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത്. അപ്പോൾ കടലിന് മുകളിലൂടെ സ്ഥാപിതമായിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടിയാണ് എന്താണ്? കന്യാകുമാരിയിൽ വന്നിട്ടുള്ള ഈ ഒരു കണ്ണാടിപ്പാലം. അപ്പോൾ ഈ ഒരു കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്? അടുത്തിടെ തമിഴ്നാട്ടിൽ കണ്ണാടിപ്പാലം സ്ഥാപിതമായത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും അതേപോലെ തന്നെ തിരുവള്ളുവരുടെ പ്രതിമയ്ക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത്. കടലിന് മുകളിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? MK സ്റ്റാലിനാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതെന്നാണ്? എന്താണ്? ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതെന്നാണ്? ഏതാണ്? ഇൻഡോർ എയർപോർട്ടാണ്. എന്താണ്? ഇൻഡോർ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്താണ്? സീറോ വേസ്റ്റ് എയർപോർട്ട് എന്നുള്ള ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോയും അതേപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പങ്കാളികളാവുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിൽ വേറെ സ്ഥാപനങ്ങൾ പങ്കാളിയാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരെ നമുക്ക് ഓർത്തു വെക്കാം. ഇൻഡിഗോയും അതേപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ഇൻഡോർ എയർപോർട്ടാണ്. അടുത്തൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഡിസംബറിൽ മോൾഡോവയുടെ പ്രസിഡന്റായി നിയമിതയായത് ആരാണ്? മായാ സന്ധുവാണ്. ഓർത്തു വെക്കുക, ഏത് രാജ്യത്തിൻ്റെയാണ്? മോൾഡോവയുടെ പ്രസിഡന്റായിട്ടാണ് നിയമിതയായിരിക്കുന്നത്. അപ്പോൾ 2024 ഡിസംബറിലാണ് ഈ ഒരു നിയമനം നടന്നത്. ആരാണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു വ്യക്തി ആരാണ്? മായാ സന്ധു ആണ് മോൾഡോവയുടെ പ്രസിഡന്റായി 2024 ഡിസംബറിൽ നിയമിതയായത്. കേരള PSC സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ടാലന്റിന്റെ LTC റാങ്ക് ഫയലും LTC PQ ബുക്കും LTC സെൽഫ് സ്റ്റഡി പ്ലാനും ഇതിനു വേണ്ടി നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ പഠന സഹായികളായിരിക്കും. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ടാലന്റിന്റെ കറണ്ട് അഫയേഴ്സ് ബുക്കും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അതേപോലെ ഈ ഒരു എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 5 മുതൽ +2 വരെയുള്ള SCRT NCRT പാഠഭാഗങ്ങൾ. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ടാലന്റിന്റെ സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ്? ഏത് രാജ്യമാണ്? ചൈനയാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. എവിടെയാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്? ടിബറ്റിലാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഒരു അണക്കെട്ട്, ഈ ഒരു ഡാം നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് പോയിന്റ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഒരു അണക്കെട്ട്, ഈ ഒരു ഡാം നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഒഡീസി ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്നത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ഒരു സിനിമ വരികയാണ്. അപ്പോൾ എന്താസ്പദമാക്കിയിട്ടാണ്? ഒഡീസി എന്നുള്ള ഒരു കാവ്യം ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിതമാവുന്നത്. ഇനി ഒഡീസി എന്ന് പറയുന്ന ആ ഒരു കാവ്യം എന്താണ്? ഗ്രീക്ക് കവിയായ ഹോമറിന്റെ ഒരു ഇതിഹാസ കാവ്യമാണ് എന്താണ്? ഒഡീസി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാവ്യം ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അപ്പോൾ സിനിമയുടെ പേര് കൂടി ഓർത്തു വെക്കുക. എന്താണ്? ദി ഒഡീസി എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ആരായിരിക്കും? ക്രിസ്റ്റഫർ നോളൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ സിനിമ നമുക്കറിയാം. എന്താണ്? ഓപ്പൺഹൈമർ എന്നുള്ള ചിത്രം. അപ്പോൾ ഈ ചിത്രം എന്താണ്? 2024 നിരവധി അവാർഡുകൾ നേടിയ ഒരു സിനിമയാണ്. ക്രിസ്റ്റഫർ നോളൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഓപ്പൺഹൈമർ എന്നുള്ള ചിത്രം. അപ്പോൾ ഓർത്തു വെക്കുക, നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഒഡീസി ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്നത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അതേപോലെ തന്നെ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തതൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുത്തിവെക്കാൻ സൂചിയില്ലാത്ത സിറിഞ്ച് കണ്ടുപിടിച്ചത് ആരാണ്? IIT ബോംബെ ആണ്. എന്താണ്? IIT ബോംബെ ആണ്. എന്താണ്? കുത്തിവെക്കാൻ എന്താണ്? സൂചിയില്ലാത്ത സിറിഞ്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്താണ്? സൂചി കുത്തുന്ന വേദന ഇല്ലാതെ തന്നെ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എന്താണ്? ഒരു ഷോക്ക് സിറിഞ്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. IIT ബോംബെ ആണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? കുത്തിവെക്കാൻ സൂചിയില്ലാത്ത
സിറിഞ്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. IIT ബോംബെ ആണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. എന്താണ്, സൂചിയില്ലാതെ, സൂചി കുത്തുന്ന വേദന അനുഭവിക്കാതെ തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് എന്താണ് നമുക്ക് മരുന്ന് കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു ഷോക്ക് സിറിഞ്ചാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഊർജ്ജ സമൃദ്ധ തരംഗങ്ങളിലൂടെയാണ് സിറിഞ്ചിലുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിറിഞ്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത് IIT ബോംബെ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കാം. സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? പാർക്കർ സോളാർ പ്രോബാണ്. എന്താണ്? പാർക്കർ സോളാർ പ്രോബാണ്. എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവാണിത്. അപ്പോൾ ഇതൊരു ബഹിരാകാശ പേടകമാണ്. 2018 നാസയാണ് എന്താണ് ഈ ഒരു പേടകം, അതായത് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ എന്താണ്, സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 3.8 ദശലക്ഷം മൈലുകൾ അടുത്ത് വരെയാണ് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 3.8 ദശലക്ഷം അടുത്ത് വരെ എത്തുവാനായിട്ട് ഈ ഒരു പേടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, 2018 നാസയാണ് ഈ ഒരു പേടകം വിക്ഷേപിച്ചത്, പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? പാർക്കർ സോളാർ പ്രോബാണ്. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കി മുൻ ചെയർമാൻ ആരാണ്? ഒസാമു സുസുക്കിയാണ്. ഒസാമു സുസുക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സുസുക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു ഒസാമു സുസുക്കി എന്നുള്ളത്. അപ്പോൾ ഓർത്തു വെക്കാം, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? സുസുക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ മാരുതി 800 മാരുതി 800ന്റെ ആ ഒരു ബ്രാൻഡിന്റെ ശില്പി കൂടിയാണ് ഒസാമു സുസുക്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിയോഗം ഇതാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കി മുൻ ചെയർമാൻ ഒസാമു സുസുക്കിയാണ്. കേരള PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന 10th+2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലന്റ് ജനറൽ PSC ബാച്ചും, അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും, HSI സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി HSI സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏതാണ്? തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണ്. അപ്പോൾ എന്താണ്, ഹൃദയം തുറക്കാതെ തന്നെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പദ്ധതിയാണ്, DDAD എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്? ഡിജിറ്റൽ ആസക്തിയും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് DDAD എന്നുള്ള പദ്ധതി. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെയ്ഡ് റെയിൽ പാലം ഏതാണെന്നാണ്? അഞ്ചിഘാട് റെയിൽ പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെയ്ഡ് റെയിൽ പാലമാണിത്. എവിടെയാണ് വന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ഒരു അഞ്ചിഘാട് പാലം നിലവിൽ വരുന്നത്. അപ്പോൾ അടുത്ത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? നിഗംബോധ് ഘട്ടാണ്. ന്യൂഡൽഹിയിലെ യമുന നദിയുടെ തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമായി മാറിയിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ തമിഴ്നാട്ടിൽ കണ്ണാടി പാലം സ്ഥാപിതമായത്, ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിതമായത് എവിടെയാണ്? കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും അതേപോലെ തന്നെ തിരുവള്ളുവരുടെ പ്രതിമയ്ക്കും ഇടയിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിതമായത്. കടലിന് മുകളിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, കണ്ണാടി പാലം സ്ഥാപിതമായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. MK സ്റ്റാലിൻ ആയിരിക്കും ഈ ഒരു കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതായിരിക്കും? ഇൻഡോർ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ആ ഒരു പദ്ധതിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു. 2024 ഡിസംബറിൽ മോൾഡോവയുടെ പ്രസിഡന്റായി നിയമിതയായത് ആരാണ്? മായാ സന്ധു ആണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ്? ഏത് രാജ്യമാണ്? ചൈനയാണ്. ടിബറ്റിലെ
ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി ചൈന ഒരുങ്ങുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒഡീസി ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്നത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. എന്താണ്? ഗ്രീക്ക് കവിയായ ഹോമറുടെ ഒഡീസി എന്നുള്ള ഇതിഹാസ കാവ്യം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണിത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പേരെന്താണ്? ഒഡീസി എന്നുള്ള സിനിമയാണിത്. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ക്രിസ്റ്റഫർ നോളൻ ആണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു കണ്ടുപിടുത്തമായിരുന്നു. കുത്തിവെക്കാൻ സൂചിയില്ലാത്ത സിറിഞ്ച് കണ്ടുപിടിച്ചത് IIT ബോംബെ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. IIT ബോംബെ ആണ് എന്താണ് കുത്തിവെക്കാൻ സൂചിയില്ലാത്ത ഷോക്ക് സിറിഞ്ച് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? പാർക്കർ സോളാർ പ്രോബ് ആണ്. അപ്പോൾ 2018 നാസയാണ് ഈ ഒരു പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു വിയോഗമാണ് ചർച്ച ചെയ്തത്. 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കി മുൻ ചെയർമാൻ ആരാണ്? ഒസാമു സുസുക്കിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? സുസുക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു. അതേപോലെ മാരുതി 800 എന്നുള്ള ബ്രാൻഡിന്റെ ശില്പി കൂടിയാണ് ഒസാമു സുസുക്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 2024 ഡിസംബർ 27, ഓപ്ഷൻ ബി 2024 ഡിസംബർ 28, ഓപ്ഷൻ സി 2024 ഡിസംബർ 26, ഓപ്ഷൻ ഡി 2024 ഡിസംബർ 25. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അമരാവതിയുടെ വികസനത്തിനായി $800 മില്യൺ ലോൺ അനുവദിച്ച ബാങ്ക് ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ലോക ബാങ്ക്, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2024 ഡിസംബറിൽ കേരള ഗവർണറായി ചുമതലയേറ്റത് ആരെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. എന്താണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് 2024 ഡിസംബറിൽ കേരള ഗവർണറായി ചുമതലയേറ്റത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2025 അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്താണ്? മലേഷ്യയാണ് ആൻസർ. എന്താണ്? 2025 അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി മലേഷ്യയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.